അപ്പൊ നമുക്കതിന്റെ 4-ാം ഭാഗത്തിലേക്ക് പോകാം. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ടായുള്ളൂ. ബഹുമാനപ്പെട്ട AP ഉസ്താദും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പറഞ്ഞത് ഒരേ വാക്കാണ്. പക്ഷെ ബാഹ്യമായി കാണുമ്പോ ഒരാള് കത്തൂല എന്ന് പറയുന്നു, മറ്റൊരാൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞത് ഈ കത്തൂല എന്ന് പറഞ്ഞതിന് എതിരല്ല. രണ്ടും ഒന്നാണ്. ഒന്ന് മുഅ്ജിസത്താണ് പറഞ്ഞത്, മറ്റൊന്ന് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കത്തൂല എന്ന് AP ഉസ്താദ് പറഞ്ഞതും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധമായി ചോദ്യകർത്താക്കളൊന്നും വന്നിട്ടുമില്ല. ഇനി ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ഇതിന്റെ 4-ാം ഭാഗം പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ആ 4-ാം ഭാഗത്ത് തങ്ങളവർകളെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നോക്കിയാൽ മതി. ചില മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ചില മുഅ്ജിസത്തുകൾ നിലനിന്നിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അദ്ദേഹം മീൻസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് പറയാം, ഇനി അദ്ദേഹം എന്ന് പറയുന്ന ലമീർ അതിലേക്ക് മടക്കിയാൽ മതി. ഈ അബ്ദുസ്സലാം ബാഖവി എന്ന പേരിൽ അന്ന് സംവാദ വ്യവസ്ഥക്ക് വന്ന വ്യക്തി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ചില അസാധാരണ കാര്യങ്ങൾ നബി തങ്ങളിൽ നിന്നുണ്ടായത് അതെന്ത് ചെയ്തിട്ടുണ്ട്, വഫാത്തായതിന് ശേഷവും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്, നിലനിന്നിട്ടുണ്ടല്ലോ എന്നതായിരുന്നു അദ്ദേഹം സമർത്ഥിക്കാൻ വേണ്ടി അതിൽ ശ്രമിച്ചത്. അതിൽ ഒന്ന് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ്, മറ്റൊന്ന് ഔന് ഉക്കാശ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തില് ബഹുമാനപ്പെട്ടവരുടെ വാള് പൊട്ടിപ്പോയപ്പോ ബഹുമാനപ്പെട്ടവര് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ പൊട്ടിപ്പോയി, ഇന്റെ വാള് പോയി നബിയെ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് ഒരു പട്ടിക കഷ്ണം നാടൻ മലയാളം പറഞ്ഞു അതെടുത്ത് അങ്ങോട്ട് കൊടുത്തു. അത് സുന്ദരമായ ഒരു വാളായി മാറി. അതിന് ഔൻ എന്ന പേരും കൊടുത്തു. അതാണ് ആ വാള്. അതുപോലുള്ള 1-2-3 സംഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരാം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ആ ഭാഗം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈന്തപ്പന മടല്, അങ്ങനെ അത് ഈന്തപ്പന മടലാണ് കൊടുത്തത്. ഓക്കെ, ഈന്തപ്പന മടല് വാളാക്കിയത് അതുപോലെ ഓക്കെ. ഏതായാലും തങ്ങൾ അത് പ്ലേ ചെയ്യിച്ചോളൂ, അതങ്ങനെ പോയിക്കോട്ടെ. കാരണം ആവർത്തിക്കേണ്ടി വരും. മൂപ്പര് പറഞ്ഞത് തന്നെ പല ഭാഷയിൽ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. തങ്ങളവർകൾ അത് ഇട്ടോളൂ. അസ്സലാമു അലൈക്കും. ആ ഭാഗമായിട്ട് പ്ലേ ചെയ്യിച്ചോളൂ. KICR നിന്നെ കൊന്ന് കൊല വിളിക്കുന്നുണ്ട് ജിഷാമായി, അവിടെ പോയിട്ട് നോക്കണ വഴിയോളി.